ഹലോ ഗായ്സ്, ദാസേട്ടൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആണുങ്ങളാരും ഇല്ലാണ്ട് ഒരു ലേഡീസ് ട്രിപ്പ് മുന്നാറിലേക്ക് പോവുകയാണ്. തലശ്ശേരിയിൽ നിന്ന് മുന്നാറിലേക്ക് KSRTC ബസ്സിൽ. നമ്മൾ മുന്നാറിൽ ഒരു ആയുർവേദ റിസോർട്ടിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. രതീഷ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണത്. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാനും ഉണ്ട് മുന്നാറിലേക്കുള്ള ട്രിപ്പ് വിത്ത് ബസ്. ആദ്യമായിട്ടാണ് KSRTC ബസ്സിൽ മുന്നാറിലേക്ക് പോകുന്നത്. അതും ഒരു എക്സ്പീരിയൻസ്. നമ്മൾ ആന വണ്ടിയിൽ കയറി. അമ്മു, നിക്കി, മോളിറങ്ങി പോയി. ദിശ, സോജ, സന്ധ്യ, എല്ലാവരും ഉണ്ട്. വടകരയാന്നോ കൊയിലാണ്ടിയാന്നൊന്നും അറിയില്ല. എന്താണ് നോക്കട്ടെ, വടകര ബീച്ചിൽ വടകര. എല്ലാവരും അതേപോലെ തന്നെ ഉണ്ട്. അമ്മ നോക്കിയ ബോധം കെട്ടിട്ട് ഉറങ്ങുന്നു. ഉറങ്ങിയ പോലെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നൊരു സംശയം ഇല്ലാണ്ടില്ല. സോജ, ഓക്കെ, എന്താ നിക്ക്, ആയിക്കോട്ടെ. വടകര എത്തിയില്ല. വടകര എമ്മാരും പോണം പോലും കാറിലിരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അമ്മൂന്റെ കാല് നോക്കട്ടെ. അമ്മു കാലെങ്ങനെയാണ്? മനസ്സിലായി. എന്താ അമ്മു? ഒന്നുമില്ല, വയറ്റൊന്നും പോകാൻ കിട്ടുന്നില്ല. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ആണോ? ഇതൊന്നുമില്ലല്ലോ അമ്മൂന്, അതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമില്ല. അമ്മു കയറിയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്തത് കൊണ്ട് അമ്മൂനെ ബാക്കിലിട്ട് രണ്ടാമത്തെ വണ്ടിയും കൂടി ഇവള് സ്റ്റാർട്ടാക്കാൻ എടുക്കുന്നത്. അമ്മു ഈ വണ്ടി ഓക്കെ ഏട്ടാ. അമ്മൂനാണെങ്കിലും വയറ്റിന്ന് പോകാനൊന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേറെ വണ്ടിയിൽ ഇങ്ങെത്തി. അമ്മു കാരണം വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. അപ്പി മുട്ടിയിട്ട് ജിഷ നിൽക്കുന്നു. ഷൈനി വേറെ നിക്കി. എന്തുണ്ട്, അപ്പിണ്ടാ? സോജ വന്നപാട് കൂടി ടോയ്ലറ്റിലേക്ക്. ഇതാ ഇപ്പം വരുവേ, എല്ലാം കഴിഞ്ഞിട്ട്. തച്ചു ചൂടുവെള്ളം ആ പാല് കുടിച്ചിനാ? പാല് സന്ധ്യ കുടിക്കുന്നു. കുട്ടീന്റെ പാല് വരെ ആരും വിടുന്നില്ലല്ലോ ഈശ്വര. സന്ധ്യ കുറച്ച് കൂടുതലാ സന്ധ്യത്. ഓ മാമിയാണെങ്കിലും മാമി. സന്ധ്യ ഭർത്താവില്ലാത്ത സന്തോഷമല്ല എന്റെ മുഖത്ത് മൊത്തം കാണാനുള്ളത്. ആ ചിരി നോക്ക്. അതും ഭർത്താവ് മാത്രമല്ല, കുട്ടികളും 100 വോൾട്ട് അല്ല 1000 വോൾട്ടിന്റെ ചിരിയത് നോക്കിയ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്. ഇത് നോക്കിയാ അമ്മു കളവന്മാരപ്പുറം വന്നിട്ട് പെട്ട് കിടക്കുന്നു. നമ്മള് കളവന്മാരൊക്കെ നമ്മളിപ്പോ 30. ഈ അമ്മുവിന്റെ അമ്മയാന്ന് ആ അമ്മ. അമ്മ പിന്നെ കളത്തിയല്ലേ, ആരും കാണാണ്ട് കട്ട് തോന്നുന്നു. നിക്കി ഉണ്ട സോജു എന്താ തപ്പുന്നത്? ഫോട്ടോ തച്ചു ഇനിയല്ലേ ഏറ്റവും പെട്ട് കിടക്കുന്ന ഈ കളവന്മാരുടെ. തച്ചു ദിശ മറ്റേ പിള്ളേറില്ലാത്തതിന്റെ സന്തോഷം അവൾ എൻജോയ് ചെയ്യുന്നു. ഞാനാണെങ്കിൽ ചൊറിച്ചിലില്ലാത്ത എന്റെ സന്തോഷത്തിൽ ഞാൻ ദാസേട്ടന്റെ ഇല്ലാത്ത എന്റെ സന്തോഷത്തിൽ
അങ്ങനെ നമ്മള് രാവിലെ തന്നെ ഡ്രസ് സവാരി അമ്മ ജിഷയുടെ കൈമാറ്റ് സന്ധ്യ ഇപ്പം തെറിച്ചു പോവും. അന്നേരം ഓള് അറിയാൻ പറ്റും. ശൈലേച്ചി ഛർദിക്കൂലാലോ? ഇല്ല. ആരും കവറെല്ലാം എടുത്തിനാ? ജീപ്പ് സഫാരി ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അജീഷ, ഷൈനി, അമ്മൂല്ല, സന്ധ്യ. നിക്കിണ്ടാ? നിക്ക് ടെൻഷൻ ഇല്ല. ഒരു ടെൻഷൻ അനക്ക് ഒരു ടെൻഷൻ. ഇനി ഞാൻ ഇവരെ മാറ്റിയിട്ട് ഞാനും നമ്മളെ സാരഥിന്റെ പേരെന്താ? ജയേഷ്. ശബരിമലക്ക് വ്രതം എടുത്തിട്ടാണ്. നമുക്ക് നമ്മളെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ എപ്പോൾ ഉള്ള പോലെ തന്നെ മസാല ദോശ കോംപ്രമൈസ്, വേറെ ഒന്നുമില്ല. മൊത്തം ആൾക്കാർ ഉള്ളിൽ ശൈലേജ് 2 മസാല ദോശ അയച്ച്, അമ്മ ഒരു മസാല ദോശയും ഒരു ഇടിയപ്പവും കണ്ട. എന്നിട്ട് നോക്കും മതിയായിട്ടില്ല. പാവം കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. സോജ 4 മസാല ദോശ. സന്ധ്യ ഇനി എത്ര കഴിച്ചാ? 1 മസാല ദോശയും ഒരു ഇടിയപ്പവും. പൊറോട്ട ജിഷി കഴിച്ച 2 പൊറോട്ടയും 1 മസാല ദോശ. നിക്കി എന്ന് വെച്ചാ നിക്കി നെയ് റോസ്റ്റ് 4 വടയും കഴിച്ചില്ല. 1 മസാല ദോശയും 1 കോഫിയും പിന്നെന്ന് വെച്ചാൽ ഒരു 2 വടയും. തിന്നിട്ട് ക്ഷീണത്തിലിരിക്കുന്നുണ്ട്. റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടാവും. ഇത് നമ്മുടെ അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എത്ര മുടിയുണ്ടതിനെ കുറിച്ച് ഇത് നമ്മുടെ ബ്രഹ്മിയാണ്. നമ്മൾ 4 സപ്ലിമെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് ബ്രഹ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സപ്ലിമെന്റ് ആണ്. ബ്രഹ്മി നമ്മുടെ റിക്കളക്ടിങ് എബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നത്. എന്നാലും പെപ്പറിന് 4 വെറൈറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇതിനെ ഗ്രീൻ പെപ്പർ, ബ്ലാക്ക് പെപ്പർ, റെഡ് പെപ്പർ, വൈറ്റ് പെപ്പർ 4 വെറൈറ്റി ഒരു പ്ലാന്റിൽ തന്നെ നമ്മൾ ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. നമ്മൾ കാട്ടിലൂടെ നടക്കുന്ന അപ്പോൾ ഒരു വീട് കണ്ട് അതിൻ്റെ നേരെ മുമ്പിൽ വലിയ പാറ പൊട്ടി വീണാൽ എന്തായിരിക്കും സ്ഥിതി? ഈ നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യം എന്തായാലും ഉണ്ട്. ഈ തെണ്ടികളെല്ലാം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ വ്യൂ പോയിന്റ് അടിപൊളിയാ. എല്ലാം വരുന്നിട്ട് ഞാൻ ഇടത്തം വരെ എത്തി. എന്തായാലും രാമേശ് ഇവരെല്ലാം പുലി കൊണ്ടുപോയി. അതെല്ലാം കണ്ട് 360 ഡിഗ്രി എന്നല്ലേ പറഞ്ഞു. എന്തായാലും അടിപൊളിയാ. മടിയന്മാറ് കണ്ടില്ല.
അവിടെ മേലെ ഒരു റിസോർട്ട് ഇല്ലേ, നാളെ അനക്കാതെ ഫുള്ള് ബോഡി മസാജ്. നമ്മളങ്ങനെ കയനഗിരി വാട്ടർ ഫോൾസിൽ വന്നിട്ടുള്ളത്. സന്ധ്യ ഇനി കുളിക്കാൻ പോവൂലേ? അവിടെ തന്നെ നാടകാച്ചിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോജു ഇഞ്ഞ് പോവാ. കയനഗിരി വാട്ടർ ഫോൾസ്. നമ്മളെ ഷൈനി ചേച്ചി വായിച്ചത് കനകഗിരിന്ന്. അപ്പോൾ വാസുമേൻ പറഞ്ഞ് നല്ലോണൊന്ന് കണ്ണു വെച്ച് വായിക്കും. നല്ല ക്ലൈമറ്റ്, ചെറിയൊരു ചാറ്റൽ മഴയും കോടൽ മഞ്ഞും വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ടും എല്ലാം ആയിട്ട് അടിപൊളി ഒരു സംഭവം. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറയാം. സോജ അതിലൂട്ട വരണ്ട, ഇതിലൂട്ട വാ, ഇതിലേ വാ, അതിലൂട്ട പൈതിയെ പോ. സോജ അതിലൂട്ട വൈകുന്നു, ഇതിലൂട്ട വാ. മുമ്പേ അടിച്ചത് ഭാഗ്യം മോളെ. പിന്നെ മുഖം അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തേനു? കുമ്പ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇറങ്ങാൻ പോകുന്നത് ദിശയുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നത് കണ്ടറിയാൻ എന്തെല്ലാം നടക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് നിൽക്കേണ്ടിയാ പറഞ്ഞ നീന്തേനറിയില്ല. കടിച്ചു മാറി രണ്ടാളും വരുന്നുണ്ട്. ഹോട്ടൽ വ്യൂ. ദക്ഷ ചോറെല്ലാം തിന്നു. ഇപ്പൊ ദക്ഷുവിന് വേണ്ടുന്നത് പായസ. തച്ചു ഗ്രീൻ ഗ്രീൻ, ഞാനും ഗ്രീന്, തേയിലയും ഗ്രീൻ. സോജ അങ്ങനെയൊന്നും അല്ലടി സോജ, ഇങ്ങനെയാ. ആവേശത്തിൽ പോയ രണ്ടാൾക്കാരാണ്. വരുമ്പോൾ തിന്തരിടതോ. നമ്മള് ഫോട്ടോഷൂട്ട് ഞാൻ നേരിയ ഇതിലില്ല സ്ഥലത്ത് ഞാൻ വെച്ചത്. ഇവിടെ കീറുന്നതിന് മുന്നേ ഞാൻ ഫോൺ വെച്ചിന്. മുമ്പേ തുറന്ന അമ്മ മുമ്പിലെ ഇത് ആന വെള്ളം കുടിക്കാൻ വരും. ഒരു 5 മണി 5:30 ഇപ്പോൾ 5 മണി. ഈ വെള്ളത്തിൻ്റെ അകത്ത് കുമിളകൾ ഇങ്ങനെ വരും. ആ കുമിളകൾ
ഉള്ള സ്ഥലത്തു നിന്നാൽ പോലും ആന വെള്ളം കുടിക്കുക. ആ വെള്ളത്തിൻ്റെ അകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോജ ടെസ്റ്റ് ചെയ്താ എന്തുണ്ട്? ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടോ? വെറുതെ അല്ല കേട്ടോ. സോജ വ്രതം മുറിച്ച് കുമ്പള വരുന്നിടത്താ ഉണ്ടാവുക. ഗുഡ് മോർണിംഗ് ഗോയ്സ്. എല്ലാവരും രാവിലെ തന്നെ കട്ടൻ കാപ്പി കുടിക്കുകയാണ്. കട്ടൻ കാപ്പി വിത്ത് ചിപ്സ് വേറെ ഉണ്ട്. ചിപ്സ് അല്ല, കായ് ഇതെന്തെങ്കിലും കായ് വറുത്ത് പഴുത്ത കായ് വറുത്തതാ. പിന്നെ ഇത് ടൊമാറ്റോ മുറുക്ക്, പിന്നെ ഇതൊന്നേനും പിന്നെ ഇന്നലെ രാത്രി നമ്മള് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടെ വന്ന് കിടന്നുറങ്ങി. രാത്രി പിന്നെ വീഡിയോ എടുക്കാനുള്ള താക്കത്ത് ആർക്കൂലേ, എല്ലാവർക്കും ക്ഷീണം കാരണം എല്ലാവരും പിന്നെ രാത്രിയത്തെ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പൊ എണീച്ചിട്ടേ ഉള്ളൂ രാവിലെ. മസാജിങ് എല്ലാം കഴിഞ്ഞ് എല്ലാരും സോജു എങ്ങനെ ഉണ്ടായിരുന്നു മസാജ്? സോജ നമ്മളെ മസാജിങ്ങും കുളിയും ദേവാരെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും എല്ലാം പോകും. രാത്രി 10 മണിക്കേ ബസ്സുള്ളൂ. അപ്പം അതുവരെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങണം. ഫുൾ തല നിറച്ച് വെണ്ണി എല്ലായിടത്തും ഷാമ്പൂട്ട് കഴുകിയിട്ടും പോയിട്ടില്ല. ആ സത്യം പൈനാക്കിയ പോലെ ഉണ്ട് എല്ലാവരും കാണാൻ. നാടൻ ഹോട്ടൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാടൻ ഹോട്ടലിൽ വന്നിട്ടാണ്. ഇന്നലത്തെ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയാ. ഇന്നത്തെ തന്നെ എന്താന്ന് അറിയില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കോ. ചോറ്, മോര്, സാമ്പാറ്, നമ്മള് ഫുഡ് കഴിച്ചിട്ട് പോകുന്നു ഗൈസ്. ഇന്നത്തെ ഫോട്ടോയിലെല്ലാം ചോക്ലേറ്റ് ഫാക്ടറി, പിന്നെ മുന്നാർ ടൗണ്, സ്പൈസസ് പർച്ചേസിങ്. ആരെല്ലാം മേടിക്കുന്നത്? ഞാൻ മാത്രം. തച്ചുവിന് പേടിയുണ്ടോ? തച്ചു സോജക്ക് പേടിയുണ്ടോ? സോജ പേടിയുണ്ടോ? ജിഷ നല്ല പേടിയുണ്ട്. തച്ചുവിനില്ലാലോ. ഇല്ല എനക്ക് പേടിയില്ല. ആ എല്ലാം ഉണ്ട്. ജിഷയെ പേടിയുണ്ടോ എന്നെല്ലാം ചോദിച്ചത് പിന്നെ വെറുതെ ആയിരുന്നു. പറ എന്നാ രാത്രി സാക്ഷി എന്നാ മോളെ?
എണീക്കണ്ടേ ഓപ്പറേറ്റ് നമ്മള് റിട്ടേൺ ആദ്യം ചെറുക്കിങ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഇറങ്ങുമ്പോ ഉണ്ടായിന് and mixing of all ingredients. After fermentation, the seeds are dried, cleaned, and roasted. നിങ്ങൾ ഒരു കിലോ ബോക്സ് എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഡാർക്ക് വൈറ്റ് മിൽക്ക് ഫ്രൂട്ട്സ് ഒരു 10-25 വെറൈറ്റി ആയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താണെങ്കിൽ എല്ലാം മിക്സ് ചെയ്ത് എന്തോ അരക്കിലോ നമുക്ക് എത്ര ബാക്കി വരും ചേച്ചിക്ക് നമുക്ക് ചേച്ചിക്കും 1 2 ചേച്ചിക്കും 3 എല്ലാം കൂടി മിക്സ് ചെയ്ത് 3 അവർക്കും അടിയെല്ലാം ഉണ്ട് അടിക്കും മുഖത്ത് ശൈനേച്ചി സന്ധ്യ ഇതേതോ ആദിവാസി നാട്ടിലാ പോണ് ഞങ്ങള് വീഡിയോ വന്ന് ഇങ്ങനത്തെ വയലൂട്ടിയെല്ലാം പോകുമ്പോ പെരിയാറാ പൊന്മുടി ഡാം ഇതിന്റെ ടോപ്പ് ആ പാട്ട് ഫുള്ള് സെറ്റ് ഫുള്ള് ടോപ്പെന്ന് നമ്മൾ പഴം വാങ്ങിയ പഴത്തിന് 100 ഒരു പഴത്തിന് 10 നമ്മൾ 4 പഴം വാങ്ങി 40 റുപ്യ ഇത് ഫാഷൻ ഫ്രൂട്ടാ ഇത് ഫാഷൻ ഫ്രൂട്ട് മറ്റേ വെള്ള കളർ മധുരം എത്രയാ വരുമ്പം കഴിക്കാം അല്ലേ മാംഗോ ഈ സീസണിൽ മാംഗോ ഉണ്ടാ വരുമല്ലേ നമുക്കൊരു ഇതിൽ പോണം ഞാനെന്താ സ്വെറ്ററെല്ലാം ഉള്ളിൽ വെച്ച് തണുപ്പ് തുടങ്ങി അടിപൊളി സീനറീസ് ആണ് പോവല്ലോ മക്കളെ എന്ന് പറയുമ്പോ ഉരുണ്ട് വരുന്നതിന് മുന്നേ ആയിട്ട് മാറിക്കൊടുത്തു
തണുപ്പ് തുടങ്ങി, തണുപ്പ് തുടങ്ങി. ആ തച്ചു സത്യമാമി എനിക്ക് പ്രകൃതി റെസ്റ്റോറന്റിൽ വന്നിട്ടാ ഉള്ളത്. നമ്മള് വെജിന്റെ സെക്ഷൻ, നമ്മള് വെജ്, താഴെ നോൺ വെജ് സെക്ഷനാ, മേലെ വെജ് സെക്ഷനാ. എന്നാ പറഞ്ഞ ക്യാപ്സിക്കം, ഉള്ളി അതെല്ലാം ഇട്ടിട്ട് ഡ്രൈ ആയ സാധനമാണ്. ടൊമാറ്റോ റൈസ്, ഷേഷാൻ റൈസ്, ഗോബി മഞ്ചൂരിയൻ, നാന്, ഹക്ക നൂഡിൽസ്. ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഇറങ്ങുന്നു. ഇനി നേരെ മുന്നാറിലേക്ക്. മുന്നാറിന്ന് ചെറിയൊരു പർച്ചേസിങ്, ഒന്ന് സൈറ്റ് വിസിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. രാത്രിയാണ്, നല്ല തണുപ്പാന്നൊന്ന് പറയുന്നുണ്ട്. സദ്യ ഇപ്പം തണുത്ത് വിറച്ചിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ 10 മണിക്ക് ബസ്സുണ്ട്. നമ്മളെ ബസ്സിൽ നമ്മൾ പോകും. അമ്മൂഞ്ഞ് തണുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം വലിയ പ്രശ്നമില്ല. ഇനി മുന്നാറിലെത്തുമ്പോൾ ഇനി തണുത്ത് വിറക്കും മോളെ. അപ്പൊ ഞാൻ മമ്മേനെ കെട്ടിപ്പിടിക്കും മോളെ. അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് മാറുന്ന തണുപ്പാണെങ്കിൽ കെട്ടിപ്പിടിച്ചോ, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ പിന്നെ ആനവണ്ടിക്ക്, ഇത് ഇവിടുത്തെ ഡബിൾ ഡെക്കർ വണ്ടിയാണ്, ഡബിൾ ഡെക്കർ ബസ്. മുന്നാർ ഡബിൾ ഡെക്കർ ബസ്. We are going back to തലശ്ശേരി. നമ്മളെ 2 ദിവസം എൻജോയ് ചെയ്തിട്ട് നമ്മൾ തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും നമ്മളെ എന്താ പറയുക, ടെൻഷനിലേക്കും ജീവിതത്തിലേക്ക്, ടെൻഷൻ പിടിച്ച ജീവിതത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാച്ചിലേഴ്സ് ലൈഫ് അതന്നെ ഗോയിങ് ടു എൻഡ്. നാളെ രാവിലെ ആവുമ്പോഴേക്ക് തീർന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് സന്ധ്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ തലശ്ശേരി എത്താനായി. രാവിലെ ഇപ്പത്തെ സമയത്തിനായി ശൈലിയും ചെയ്ത് ഒളിച്ചിട്ട് കിടക്കും. ഓറപ്പുറം വേറെ രാവിലെ വീഡിയോ എടുക്കുന്ന ഓടിച്ചിട്ട് ഒളിച്ച് കിടക്കുന്നുണ്ട്. ബസ് നിർത്തും കേട്ടാ സന്ധ്യ, എൻ്റെ ബസ് നിർത്തും. തലശ്ശേരി എത്തി. മാറ്റിയ ഓട്ടർ ചെയ്തിട്ട് കയ്യിൽ വെച്ച് അമ്മ നിക്കി വേറെ ഓട്ടോയിൽ കയറ്റി വിട്ട്